നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മലേഷ്യൻ സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണിത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള മലേഷ്യയിലെ കസിനോയുടെ മുമ്പിലാണ്. സ്കൈ കസിനോ എന്നാണ് ഇതിൻ്റെ പേര്. ജെൻഡിങ് ഹൈലാൻഡ്സിലാണ് ഈ സ്കൈ കസിനോ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഇവിടെ വരുമെന്നുള്ളത്. ഈ കസിനോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വാതുവയ്പ്പും അല്ലാതുണ്ടെങ്കിൽ ചൂതാട്ടവും ബെറ്റിംഗ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇതിനകത്ത് കയറി വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ്. എന്തായാലും ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്, ആരും കാണാണ്ട്. ചില ആൾക്കാരെ കാണുന്നുണ്ട്, പക്ഷേ എന്താണ് രണ്ടും കൽപ്പിച്ച് എടുക്കുകയാണ്. ബൈ ചാൻസ് പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അനന്തരഫലം എന്താണ് അനുഭവിക്കേണ്ടി വരിക എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഫോൺ മേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ അത്രമാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫോൺ മേടിച്ച് തിരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇനി രണ്ടും കൽപ്പിച്ച് അങ്ങ് വീഡിയോസ് എടുക്കുകയാണ്. നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ തന്നെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല, വേറെ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികളെയൊന്നും ഇതിനകത്ത് കയറാൻ അവർ അനുവദിക്കുന്നതല്ല. ഈവൻ ഇൻഫൻറ്റ് ആണെങ്കിൽ പോലും അവർ സമ്മതിക്കത്തില്ല. ആക്ച്വലി വിചാരിച്ച പോലെയല്ല, ഒടുക്കത്തെ ആംബിയൻസാണ്, ഭയങ്കര തിരക്കാണ്. ഒരു വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയുണ്ട്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും പിന്നെ യൂണിഫോംസും ID കാർഡൊക്കെ ഉണ്ട്. കണ്ടു നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നേ ഇല്ല. ഈ ജയിച്ചു പോകുന്ന ആൾക്കാരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയാലോ എന്നുള്ള തോന്നൽ വരുന്നുണ്ട്. അതേ സമയത്ത് കാശ് പോയ ആൾക്കാരുടെ മുഖത്തുള്ള വിഷമം കാണുമ്പോഴത്തേക്കും വേണ്ട വേണ്ട എന്നുള്ളൊരു ഉൾക്കൊത്തും വരുന്നുണ്ട്. തികച്ചും ലീഗലായിട്ട് നടത്തുന്ന കസിനോയാണിത്. നമുക്ക് ഇവിടെ കൗണ്ടറുണ്ട്. കൗണ്ടർ ചെന്ന് നമ്മൾ US ഡോളർ അല്ലെന്നുണ്ടെങ്കിൽ മലേഷ്യൻ റിംഗറ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിന് ഈക്വലായിട്ടുള്ള ഒരു ആനുപാതിക റേറ്റ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കോയിൻസ് നമുക്ക് തരും. ടോക്കൺ മാതിരിയിരിക്കും. അത് കൊണ്ടുവരണം. പിന്നെ ഇവിടെ ക്യാഷ് പബ്ലിക്കലി കാണിക്കുന്നില്ല. പിന്നെ കോയിന് മുകളിൽ വെച്ചിട്ട്, കോയിൻ മീൻസ് ഉദ്ദേശിക്കുന്നത് ആ ഒരു എന്താണ് ടോക്കണ് വെച്ചിട്ട് അതുകൊണ്ടാണ് കളിക്കുന്നത്. ആക്ച്വലി ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നത് നടന്നു പോകുമ്പോഴത്തേക്കും ചില ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മുഖത്ത് ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ പുഞ്ചിരിയാണോ കൊലച്ചിരിയാണോ എന്നുള്ള അറിയില്ല. എന്തായാലും നമുക്ക് രണ്ടുപേരും കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇവിടുത്തെ സ്റ്റാഫുകളിൽ മലയാളീസും ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ സ്റ്റാഫ് കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഞാൻ മലയാളിയാണെന്ന് മനസ്സിലായി. പുള്ളി കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു ഓഫ് ചെയ്യാനായിട്ട്. ആ പുള്ളിയുടെ സേഫ്റ്റി ഓർത്തിട്ട് ഞാൻ പുള്ളിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചായിരുന്നു, ബൈ ചാൻസ് ഞാൻ എടുക്കുന്ന വീഡിയോ ഇവിടുത്തെ അധികാരപ്പെട്ട ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പണിഷ്മെൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു. അത് ഡിപ്പെൻസാണ്. അത് ഇവിടെയുള്ള സൂപ്പർവൈസറിൻ്റെ മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ പുള്ളി പറയും ഇവിടുത്തെ ഇപ്പോൾ എടുത്ത വീഡിയോസ് മാത്രം ഡിലീറ്റ് ആക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ ഇറങ്ങി തൊട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ആക്കാൻ പറയും. നമ്മൾ തിരിച്ചവരോട് ആർഗ്യൂ ചെയ്യാൻ പാടില്ല. ബൈ ചാൻസ് ആർഗ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ വിളിക്കും. പോലീസുകാർ ആൾക്കൂട്ടത്തിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മളെ ഷൗട്ട് ചെയ്യും. ഇതാണ് ഇതിലുള്ള പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുട്ടികളെ ഇൻക്ലൂഡിങ് ഇൻഫൻറ്റ് അകത്തോട്ട് കടത്തി വിടുന്നതല്ല. അതുകൊണ്ട് വൈഫിനെ കുഞ്ഞിനെ പുറത്തിരുത്തേണ്ടി വന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്കും വൈഫ് കിട്ടിയ ഒരു പരിചയക്കാരിയായിട്ട് തൂപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാണെങ്കിലും കസീനോടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് കാണിച്ചു തരാൻ പറ്റി. സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് കഴിയുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ ഒത്തിരി നല്ല കളർഫുള്ളായിട്ടുള്ള ഹോട്ടൽസൊക്കെ ഉണ്ട്. ആംബിയൻസ് രക്ഷയില്ല. എന്നുള്ള പബ്ബിനത് കയറുന്നൊരു ഫീലാണ്. ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പോലും ഇവിടെ ആൽക്കഹോൾ അവൈലബിൾ ആണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല കിടിലമായിട്ടുള്ള വീഡിയോസ് വരാൻ കിടക്കുകയാണ്. ഇനി ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.